ഹലോ ഫ്രണ്ട്സ്, എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമോച്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. CSEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് CSEയുടെ സിലബസ് മാറ്റിയുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്കിന്ന് ഉഷാറാക്കണം, പൊളിക്കല്ലേ. എന്നാൽ തുടങ്ങാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യനാണ്. അതും ക്ലോക്കുമായി ബന്ധപ്പെട്ട്, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ള ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് എ മാൻ ഈസ് ഫേസിങ് വെസ്റ്റ്. ഹി ടേൺസ് 45 degree in the clockwise direction and when another 180 degree in the same direction and then 270 degree in the anti-clockwise direction. Find which direction he is facing now എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നോക്കണം, വായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിക്ക് ചെയ്യാം. ആദ്യം നോർമൽ മെത്തേഡിൽ കാണിക്കാം, പിന്നെ അതിന് ശേഷം നമ്മുടെ ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനെ പറ്റിയും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ പറ്റിയും പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു ക്ലോക്ക് വരയ്ക്കണം. ആ ക്ലോക്കിൽ ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ നമ്മുടെ അതിൻ്റെ മൊത്തം കോണളവ് എന്ന് പറയുന്നത്. ഒരു ക്ലോക്കിൻ്റെ കോണളവ് എന്ന് പറയുന്നത് മൊത്തം ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്കൊക്കെ വ്യക്തമായി അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കണം, ആ ഒരു ക്ലോക്ക്, ഒരു സൂചി ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ അത് 360 ഡിഗ്രി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തി അതുപോലെ തന്നെ തിരിഞ്ഞ് അതേ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ 360 ഡിഗ്രി കറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്ലോക്കിനെ ഇപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. മൊത്തം ക്ലോക്കിനെ ഇതുപോലെ 4 പാർട്ടാക്കിയാൽ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90, ഇത് 90, അങ്ങനെയാണ് 360 ഡിഗ്രി വരുന്നത്. ഇതിൽ ഒരു 90 ഡിഗ്രിയുടെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരുമോടാ ഒന്ന് പറഞ്ഞു നോക്കടാ. 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ 90ഉം ഈ 90ഉം കൂടി ചേർന്നാൽ, അതായത് ഒരു വ്യക്തി അങ്ങോട്ട് നോക്കി നിന്ന ശേഷം തിരിച്ച് റിട്ടേൺ അടിച്ച് നോക്കുന്ന സമയത്ത്, തിരിഞ്ഞു നിൽക്കുക എന്ന് പറയും, നിൽക്കുന്ന സമയത്ത് അയാൾക്ക് 180 ഡിഗ്രി കറങ്ങിയെന്ന് പറയാം. അതേ ഒരു വ്യക്തി ഒരു സൈഡിലേക്ക് മാത്രം ചരിഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറയാം. അതേ വ്യക്തി എവിടെ നിന്ന് തിരിഞ്ഞോ അതേ റൊട്ടേഷൻ തന്നെ തിരിച്ച് അതേ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും 360 ഡിഗ്രി തിരിഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞ പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഒരു ക്ലോക്ക് വരച്ച ശേഷം ആ ക്ലോക്കിൽ ഇതുപോലൊരു കുരിശ് പോലെ വരയ്ക്കാം. അതിനുശേഷം നേരെ മുകളിലുള്ള ഡയറക്ഷനാണ് നോർത്ത്, അതിന് താഴെയുള്ള ഡയറക്ഷൻ സൗത്ത്. അതുപോലെ തന്നെ ഈസ്റ്റും വെസ്റ്റും ഡൗട്ട് വേണ്ട. ഇങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങളുടെ വലത് കൈയെങ്ങോ എവിടെയുണ്ടോ അതാണ് ഈസ്റ്റ്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ്, ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? വെസ്റ്റ്. ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആദ്യം അയാൾ നോക്കി നിൽക്കുന്നത് വെസ്റ്റിലോട്ടാണ്. അപ്പോൾ വെസ്റ്റിലോട്ട് നോക്കി നിൽക്കുന്ന വ്യക്തി ആദ്യം തിരിയുന്നത് എങ്ങോട്ടാണ്? ക്വസ്റ്റ്യൻ കണ്ട സ്ഥിതിക്ക് അറിയാലോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പറഞ്ഞാൽ ക്ലോക്ക് എങ്ങോട്ട് തിരിയുന്നു അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് എത്ര ഡിഗ്രി തിരിയുന്നു ചോദിച്ചാൽ 45 ഡിഗ്രി അല്ലേ. 45 ഡിഗ്രിയിൽ പറഞ്ഞിരിക്കണേ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്നും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 90 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും 45 ഡിഗ്രി. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അയാൾ 180 ഡിഗ്രി സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ ഡയറക്ഷനിൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ, ഇത് നിൽക്കുന്ന എങ്ങോട്ട് നോക്കി നിൽക്കുന്നതോ അതിനെ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിന്നാൽ അതായിരിക്കും 180 ഡിഗ്രി. ഇതാണ് 180 ഡിഗ്രി. ഈ 180 ഡിഗ്രി ഇപ്പോൾ അയാൾ നോക്കി നിൽക്കുന്നത് 180 ഡിഗ്രി തിരിഞ്ഞു. ഇപ്പോൾ നോക്കി നിൽക്കുന്നത് ഈ ഡയറക്ഷൻ്റെ ഇടയിലാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് 270 ഡിഗ്രി. ഇവിടെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 180 വന്നാൽ ഇവിടെ നിൽക്കും. അതിനുശേഷം ഒരു 90, ഒരു 45 വന്നാൽ ഇവിടെയുണ്ട് 90. കാരണം 180 + 90 ആണ് 270. അപ്പോൾ ഇവിടെ നിൽക്കും. അപ്പോൾ ഈ ഡയറക്ഷൻ ഇപ്പോൾ എങ്ങോട്ട് നോക്കി നിൽക്കുന്നു എന്നാണ് ചോദ്യം. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. നോർമൽ മെത്തേഡ് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു ഷോർട്ട് കട്ട് പറയണേ, ശ്രദ്ധിച്ചോട്ടാ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് എന്താണ് ഇവിടുത്തെ മെത്തേഡ് എന്ന്, നമ്മുടെ ഷോർട്ട് കട്ട് എന്താണെന്ന് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോടാ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2 കുടുംബക്കാരാണുള്ളത്. ആ കുടുംബക്കാരെ വെച്ചിട്ടുള്ള ഒരു മാത്സ് ആണ് ചെയ്യാൻ പോകുന്നത്.
എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 2 കുടുംബക്കാർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ക്ലോക്ക് വൈസ് കുടുംബവും പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് കുടുംബവും. ഈ 2 കുടുംബവും തമ്മിലാണ് മത്സരം. അപ്പോൾ ഈ ക്ലോക്ക് വൈസ് കുടുംബത്തിൽ ഉള്ള അംഗങ്ങളെയെല്ലാം ഇവരുടെ ചുവട്ടിലെഴുതാം. ഏതൊക്കെയാണ് അംഗങ്ങൾ? ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള അംഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് 45 ഡിഗ്രി ഉണ്ട്, പിന്നെ നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞിരിക്കുന്നത് 180 ഡിഗ്രി ഉണ്ട്. ഇവരാണ് ക്ലോക്ക് വൈസ് കുടുംബത്തിൻ്റെ അംഗങ്ങൾ. അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് കുടുംബത്തിൻ്റെ അംഗങ്ങൾ ആരൊക്കെയാ പറഞ്ഞോ? ഏതൊക്കെയാണ്? 270 ഡിഗ്രി ഉണ്ട്. അവന് വേറെ കൂടപ്പുറപ്പൊന്നുമില്ല, ആകെ ഒരൊറ്റ ആളേ ഉള്ളൂ. അപ്പോൾ നോക്കടാ, ഇത് എഴുതി. ഇനിയിപ്പം എക്സ്ട്രാ ഇനി എത്ര പേര് ആൻറ്റി ക്ലോക്ക് വൈസ് വന്നോട്ടെ എഴുതിക്കോ, ക്ലോക്ക് വൈസ് വന്നോട്ടെ എഴുതിക്കോ, പ്രശ്നമേ അല്ല. ഇത്രയേ ഉള്ളൂ. ഇത് എഴുതിയ ശേഷം ഇതൊന്ന് ആഡ് ചെയ്യാം. ഇതൊന്ന് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 5, ഇവിടെ നമുക്ക് 4ഉം 8ഉം 12ആയി. ബാക്കി ഇതവിടെ ഇട്ടു, 225 ഡിഗ്രിന്ന് കിട്ടി. ഇനി അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് അവിടെ കൂട്ടാൻ ആരുമില്ല. അപ്പോൾ നേരെ 270 ഡിഗ്രി കൊടുത്തില്ലടാ. കൊടുത്ത ശേഷം ഒന്നും നോക്കാനില്ല, നമ്മുടെ ഇവരുടെ വ്യത്യാസം നോക്കുക. ഈ കുടുംബക്കാരുടെ വ്യത്യാസം, ഇതിൽ ആരാണ് വലിയ കുടുംബം നോക്കിയാൽ തന്നെ അറിയണ്ടേ? ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനാണ് ക്ലോക്ക് വൈസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വ്യത്യാസം എടുക്കുക. 270 ഡിഗ്രി മൈനസ് 225 ഡിഗ്രി. നമ്മുടെ ഇവരുടെ വ്യത്യാസം എടുത്താൽ 45 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ എക്സാമിന് ഇതൊരു ഡയറക്ഷനിൽ വരുന്ന സമയത്ത് ഒരുപാട് പേര് ആ ടെൻഷനിൽ ചെയ്യുന്ന സമയത്ത് തെറ്റാറുണ്ട്. അപ്പോൾ അതിനുള്ള ടെക്നിക്കാണ് പറയുന്നത്. കുടുംബ പേരെഴുതി ആ കുടുംബത്തിലെ അംഗങ്ങളെ അവരുടെ ചോട്ടിൽ കൊടുത്തു, കൂട്ടി കിട്ടിയ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം ഞാൻ നോക്കി. ഏത് കുടുംബമാണ് വലുതെന്നറിയാം. ഒന്നുമില്ല, അതിൽ ഏറ്റവും വലിയ കുടുംബം എന്ന് പറയുന്നത് ഇവിടെ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. വലിയ ആളുടെ പേര് കുടുംബ പേരായി കൊടുക്കണം. ആരാണതിൽ? ആൻറ്റി ക്ലോക്ക് വൈസ്. കിട്ടിയത് എന്ത് ഉത്തരം കിട്ടിയാലും ആരാണോ വലിയവൻ അവരുടെ പേര് കൊടുക്കുക ആൻറ്റി ക്ലോക്ക് വൈസ്. കിട്ടിയെന്ന് വിചാരിക്കണം. ആ ആൻറ്റി ക്ലോക്ക് വൈസ് കിട്ടിയ ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ക്ലോക്ക് അതേപോലെ വരച്ച ശേഷം ഡയറക്ഷൻ കൊടുക്കുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കൊടുത്ത ശേഷം ഫസ്റ്റ് എങ്ങോട്ട് നോക്കി നിൽക്കുന്നതാണ് പറഞ്ഞത്? നേരെ നോക്കി നിന്നത് വെസ്റ്റിലോട്ടാണ്. അവസാനം ആ വെസ്റ്റ് എഴുതിയ ശേഷം ഇത്രയേ ഉള്ളൂ. കിട്ടിയ ഉത്തരത്തെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റിൽ നോക്കി നിൽക്കുന്ന ആൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ 45 ഡിഗ്രി പോകണം എന്നാണ് കിട്ടിയത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ വാച്ചിൻ്റെ ദിശ എന്ന് പറയുന്നത് ഇതാണ്. 45 ഡിഗ്രി ഇതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കുന്ന ദിശ ഏതാണ് ചോദിച്ചാൽ സൗത്തിനും വെസ്റ്റിനും ഇടയിൽ ഏതാണ് ദിശ? ഒന്നും നോക്കാനില്ല, സൗത്ത് വെസ്റ്റ്. സെറ്റല്ലേ? പൊളിയല്ലേ? അപ്പോൾ ഇത്രയുള്ള കുടുംബ പേര് കൊടുത്തു, മെമ്പേഴ്സ്മാരെ കൊടുത്തു, കൂട്ടി വ്യത്യാസം എടുത്തു, വലിയവൻ്റെ പേര് കൊടുത്തു, നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസറായി 45 ഡിഗ്രി കൊടുത്തപ്പോൾ എൻ്റെ ആൻസർ സൗത്ത് വെസ്റ്റ്. നോക്കാം ഓപ്ഷനിലില്ലേന്ന്. സെറ്റ് ചെയ്താൽ അത് രണ്ടാമത്തെ ഓപ്ഷൻ. ഒന്നും നോക്കാനില്ല, സൗത്ത് വെസ്റ്റ്. സെറ്റല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിൽ വരുന്ന ഈ ഒരു ടഫ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒരുപാട് തെറ്റാറുണ്ട്. ആ തെറ്റാതെ ഇനി അടുത്ത എക്സാം മുതൽ പൊളിച്ചടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. എ പേഴ്സ് കണ്ടെയ്ൻസ് coins of 2 rupees, 1 rupees, 50 paise, 25 paise in the ratio 1:2:4:8. If the total amount is 600, ശ്രദ്ധിക്കണം, 600 രൂപ, then the number of 25 paise coins എന്നാണ് ചോദ്യം. എത്ര 25 പൈസ കോയിൻസ് ഉണ്ട് അതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിത് തുടങ്ങാം അല്ലേ? ഇവിടെ നോക്കടാ, ഇപ്പോൾ കുറേ പിള്ളേർ ചെയ്യുന്നൊരു തെറ്റുണ്ട്. ഈ അംശബന്ധം വെച്ചിട്ട് ഈ 600 രൂപ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ ഐഡിയ പറഞ്ഞുതരാം. 8, 4, 2, 1 കൂടി കൂട്ടിയാൽ 15 എന്ന് കിട്ടും. ആ 15 റേഷ്യോയിൽ 25 പൈസയുടെ റേഷ്യോ എന്ന് പറയുന്നത് 8 ഇൻറ്റു 600 എന്ന് കൊടുക്കില്ലേ? ഇങ്ങനെ കൊടുത്താൽ കിട്ടുന്ന ആൻസർ പേടിക്കേ വേണ്ട, ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇത് എഴുതിയാൽ മാർക്കും കിട്ടില്ല, ജോലിയും കിട്ടില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തന്നിരിക്കുന്നത് എണ്ണത്തിൻ്റെ അംശബന്ധവും ഇവിടെ തന്നിരിക്കുന്നത് രൂപയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരേ തറാസിൽ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ഇതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇത്രയുള്ള തന്ന റേഷ്യോ എടുത്ത് എഴുതി. എങ്ങനെ എഴുതാം? 1:2
2:4:8. ഓക്കെ അല്ലേ? ഇത് എണ്ണത്തിൻ്റെ അംശബന്ധമാണ്. അടുത്തത് തന്നത് ഏതൊക്കെയായിരുന്നു? നമുക്ക് റുപ്പീസ് ഏതൊക്കെയായിരുന്നു? 1 റുപ്പി, 2 റുപ്പി. അപ്പോൾ 2 റുപ്പീസ് അതിൻ്റെ മുകളിൽ എഴുതിക്കോ കേട്ടോ. ഫസ്റ്റ് രൂപയുടെ എഴുതിയാൽ മതി. ഇവിടെ 2 റുപ്പീസ്, 1 റുപ്പീസ്, 50 പൈസ, 25 പൈസ. അതിൻ്റെ എണ്ണത്തിൻ്റെ അംശബന്ധം ഞാൻ താഴെ എഴുതി. ആദ്യം പൈസ ഏതൊക്കെ കയ്യിൽ കോയിൻസ് ഉണ്ടോ അത് കൊടുത്തു, അതിനുശേഷം എണ്ണത്തിൻ്റെ അംശബന്ധം കൊടുത്തു, ഒന്നുമില്ല ഒരു വരട്ട് ശേഷം എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 2 രൂപ ഒരെണ്ണം ഉണ്ടെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? 2 രൂപയുടെ വാല്യൂ അല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കടാ, ഇത് മൊത്തം ഞാൻ രൂപയിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഈ അംശബന്ധത്തെ രൂപയിലാക്കിയാലാണ് നമുക്ക് ഈ രൂപ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കണം, ഇവിടെ പറഞ്ഞേക്കുന്നത് 1 രൂപ 2 എണ്ണം വെച്ചുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 രൂപ 2 എണ്ണം ആണെങ്കിൽ എത്ര വാല്യൂ വരും? 2 രൂപയുടെ വാല്യൂ വരും. 50 പൈസ 4 എണ്ണം ഉണ്ടെങ്കിൽ എത്ര വാല്യൂ വരും? 50 പൈസ 4 എണ്ണമെങ്കിൽ അതും 2 രൂപയുടെ വാല്യൂ ഉണ്ടാവും. 25 പൈസ 8 എണ്ണം ഉണ്ടെങ്കിലോ 8 25 പൈസകൾ ചേർന്നാൽ എത്ര വരും ചോദിച്ചാൽ അതും 2 രൂപയുടെ വാല്യൂ ഉണ്ടാവും. എന്തിനാണ് ഞാൻ ഈ അംശബന്ധം ആക്കിയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമുള്ളൂ, ഇവിടെ തന്നിരിക്കുന്ന രൂപയാണ്. അപ്പോൾ രൂപ നോക്കടാ, ഞാനിപ്പോൾ ആ പേഴ്സിന്ന് 2 2 2 2 മൊത്തം 8 രൂപ എടുത്താൽ, ഇത്രയേ ഉള്ള 8 രൂപ എടുത്താൽ അതിൽ എത്ര 25 പൈസകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ 8 രൂപ എടുത്താൽ 8 25 പൈസ. ഇപ്പോൾ എത്രയാണ്? 8 രൂപ ഞാൻ അതിൽ നിന്ന് എടുത്താൽ അതിൽ എത്ര 50 പൈസ ഉണ്ടാവും ചോദിച്ചാൽ ഒന്നും നോക്കാനില്ല, 4 എണ്ണം. 8 രൂപ എടുത്താൽ ആ ഒരു കണക്കുണ്ടെങ്കിലാണ് 600 രൂപയ്ക്ക് കൃത്യമായിട്ട് ഈ അംശബന്ധം വരാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൂടെ 1 രൂപ എത്ര ഉണ്ടാവും ചോദിച്ചാൽ 2 എണ്ണം ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ചോദ്യം എത്ര ഉള്ളൂ? 8 രൂപ എടുത്താൽ എത്ര 25 പൈസ ഉണ്ട് ചോദിച്ചാൽ 8 എണ്ണം. അതെടുത്ത് എഴുതി. ആ പേഴ്സിൽ നിന്ന് 8 രൂപ എടുത്താൽ 8 എണ്ണം. ഈ കിട്ടിയ വാല്യൂ ഇവിടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം 600 രൂപയിലെ എത്ര എണ്ണം ഉണ്ടാവുമെന്നാണ് ചോദ്യം. തന്നത് ഞാൻ എഴുതി, കാണേണ്ടത് ഞാൻ എഴുതി. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണം. ഒന്നില്ലെങ്കിൽ ഈ പെയറായിട്ടുള്ളവന് ഗുണിച്ചിട്ട് ഈ പെയറായിട്ടുള്ളവന് ഗുണിക്കുക. 600 × 8 ജോഡിയുള്ളവനെ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഒറ്റയ്ക്കുള്ളവനെ താഴെ ഹരിക്കാൻ കൊടുക്കുക. എപ്പോഴും ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഉള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ജോഡിയായിട്ടുള്ളവനെ ഗുണിക്കുക, ഒറ്റയ്ക്കുള്ളവനെ ഹരിക്കുക. ഇതും വെട്ടിപ്പോയി. എൻ്റെ ആൻസർ 600. ആൻസർ ഇല്ലേ? ഓപ്ഷൻ ബി. തന്നത് ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ രൂപ എഴുതി, പിന്നെ എണ്ണത്തിൻ്റെ അംശബന്ധം എഴുതി, മൊത്തം രൂപയിലേക്ക് മാറ്റി. 8 രൂപ എടുത്താൽ 8 എണ്ണം. 600 രൂപയിൽ എത്ര എണ്ണം കിട്ടി? എത്രയേ ഉള്ളൂ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസറായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യത്തിലൂടെ ഇതിൽ എത്ര 50 പൈസകൾ ഉണ്ടാവുമെന്ന് യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യില്ലേ? തങ്ങളാണ് ഉഷാർ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കയറാം കേട്ടോ. വീഡിയോ അതുപോലെ തന്നെ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്ത് ഒന്നും കൂടി അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ചൊന്ന് കാണാം. ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ടൊന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുക. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹360 എ ഷോപ്പ് കീപ്പർ ഗെയിൻസ് 20%, അത് 20%. ഫൈൻഡ് ഹിസ് CP എന്ന് മീൻസ് ഇത്രടാ. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ചാപ്റ്ററിൽ CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, SP എന്ന് പറഞ്ഞാലോ SP പറഞ്ഞാൽ നമ്മുടെ സൂപ്രണ്ട് പോലീസ് അല്ല. SB എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്. MP എന്ന് പറഞ്ഞാലോ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ല. എന്താണ്? മാർക്കറ്റ് പ്രൈസ് അല്ലേ? മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന കാര്യം, ഒരു വസ്തു വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. ഒരൊറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നമ്മുടെ കയ്യിലുള്ള വസ്തുവിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ അത് 100% അല്ലേ? നമ്മുടെ എന്ത് വസ്തു തന്നെ ഇരുന്നോട്ടെ അത് 100%. ആ 100% വസ്തു നമുക്ക് 100% തന്നെ വിറ്റുന്നിരിക്കട്ടെ, നമുക്ക് ലാഭം കിട്ടുമോ? കിട്ടില്ല. കിട്ടണമെങ്കിൽ 100-നേക്കാൾ കൂടുതൽ വിൽക്കണ്ടേ എന്നാലേ ലാഭം കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നഷ്ടം സംഭവിക്കണമെങ്കിലോ 100%-ത്തേക്കാൾ കുറവ് വിൽക്കണം. അപ്പോൾ നോക്കടാ,
ഇവർ പറഞ്ഞിരിക്കണ പോയിന്റ് ചില പിള്ളേർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 360ൻ്റെ 20% എടുക്കും. എടുത്തിട്ട് അത് 72 കിട്ടും. അത് നിങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ലാഭം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില കിട്ടില്ലേ എന്ന് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്, ബി ഓപ്ഷൻ 288. അപ്പോൾ അപ്പോൾ ദയവായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ഇവിടെ നോക്കേണ്ട കാര്യം, നമ്മൾ വിറ്റു, കയ്യിൽ നിന്ന് പോയി 20 ലാഭം കിട്ടി. അപ്പോൾ ഫസ്റ്റ് പറയണ, ഒന്നും കൂടി പോയിന്റ് പറയണേ, 100% നമ്മുടെ കയ്യിലുള്ള വസ്തു എത്ര ശതമാനമാണ്? 100%. ലാഭം കിട്ടണമെങ്കിൽ 100-നേക്കാൾ വെക്കണം, നഷ്ടം പറ്റണമെങ്കിൽ 100-നേക്കാൾ കുറച്ച് വെക്കണം അല്ലേ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, 30% ലാഭം കിട്ടി. അപ്പോൾ എത്ര ശതമാനമായിരിക്കും നമുക്ക് വിറ്റുണ്ടാവുക? 130%. ലാഭം പറഞ്ഞാൽ 100 കൂട്ടിക്കോ, നഷ്ടം പറഞ്ഞാൽ 100 കുറച്ചോ. ഞാൻ പറയണേ 40% നഷ്ടം പറ്റി, അപ്പോൾ എത്ര ശതമാനമായിരിക്കും? 60% 20% ലാഭം കിട്ടി, അപ്പോൾ എത്ര ശതമാനമായിരിക്കും? 120% 120% എന്ന് പറയണതാണ്. കാരണം 100 വിറ്റാൽ എനിക്ക് ലാഭമില്ല, ലാഭം കിട്ടണമെങ്കിൽ 120 വെക്കണം. 120% 360 രൂപ. മനസ്സിലായി? അത്രേ ഉള്ളൂ. 120% 360. കോസ്റ്റ് പ്രൈസ് പഠിച്ചു വെച്ചോ എൻ്റെ തങ്ങളാ. ഇത്രയുള്ള CP കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% അതിലൊരു മാറ്റമില്ല. അപ്പം 100% എത്ര എന്നാണ് എൻ്റെ ചോദ്യം. ക്ലിക്കായി എന്ന് വിചാരിക്കണം. ഇവിടെയും നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യും. തന്ന ശതമാനം എടുത്തെഴുതുക, കാണേണ്ട ശതമാനം എടുത്തെഴുതി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. ഇത്രയുള്ള ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇത്ര ചെയ്യുന്ന സമയത്ത് ജോഡി എപ്പോഴും പെയറായിരുന്നവനെ ഒന്നാക്കുക, അവരെ ഗുണിക്കുന്ന സമയത്ത് 360 ജോഡി 100 ഉണ്ട്. അപ്പോൾ 120 ആരുമില്ല, താഴെ 120 കൊടുക്കുക. ഈ 0ക്ക് 0 വെട്ടി, 12ന് 36 3 തവണ പോയി. എൻ്റെ ആൻസർ 3 × 300. ഒറ്റ ആൻസർ പക്ക. എത്രാമത്തെ ഓപ്ഷൻ? അവർ ഒന്നാമത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയാറുണ്ട്, എന്ത് തെറ്റിയാലും പേടിക്കേണ്ട, ഒന്നാമത്തെ ഓപ്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ എപ്പോഴും ഒന്നാമത്തിൽ തന്നെ വരില്ല കേട്ടാ, ആൻസറും ഒന്നാമത് വരും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറില്ലേ? ഉഷാറാ. അപ്പോൾ ഒന്നും കൂടി കാണാൻ ഡൗട്ടുള്ളവർ ഒന്നും കൂടി വിശദമായി കാണാം. തന്ന ശതമാനം എടുത്തെഴുതി, കാണേണ്ട ശതമാനം എടുത്തെഴുതി, ക്രോസ് മൾട്ടിപ്ലൈ. അത് തന്നെയാണ് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ബിലോ ഓപ്ഷൻസ്. ഈ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ പാറ്റേണിൽ എന്ത് ചെയ്യുന്നോ, ഈ മരത്തിൽ എന്ത് കായ്ച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ അവിടെയും കായ്ക്കണം, അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ അടിവേരിലെന്ത് വരും? ഇതൊരു മരം പോലെ വിചാരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ഇട്ട് കൊടുത്താലാണ് അത് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കും. ഇവിടെ എന്തോ എന്ന് കൃത്യമായ നമ്പർ ഇട്ട് കൊടുത്താൽ ഇത് അവിടെ കൃത്യമായി തഴച്ച് വളരും. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, എങ്ങനെ ഇവിടെ 6 വരും എന്നാണ് നോക്കേണ്ടത്. 6 വരും. എടാ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉത്തരം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് പോസ് ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ? ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് ഇത്രയുള്ള എങ്ങനെ ഇതിനെ 6 ആക്കാം? ഒന്നില്ലെങ്കിൽ ഇത് ഗുണിച്ചിട്ട് ആ ഗുണിച്ച ഉത്തരത്തെ എന്തെങ്കിലും ചെയ്ത് 6 ആക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ ഈ സംഖ്യകളുടെ എല്ലാം പകുതി എടുത്തിട്ട് അതിനെന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കാം. പല രീതി ഉണ്ടാവും. അപ്പോൾ ഈ സംഭവത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുന്നു, എത്ര വരും എന്ന് നോക്കാം. നമ്മുടെ 18ഉം 12ഉം പറയുമ്പോൾ നമുക്ക് 30ഉം 60ആയി. 30 60ആയി. 18ഉം 12ഉം 30ആയി. 30ഉം 60ആയി. ഈ 60നെ എന്ത് ചെയ്താൽ 6ആക്കാം? എൻ്റെ അറിവിൽ ഈ 0 പോയാൽ 6ആയി. ആ 0 പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ÷ 10 ചെയ്താൽ പോരെ. ഈ 0ന് 0 വെട്ടിപ്പോയാൽ എനിക്കിവിടെ കിട്ടില്ലേ 6. അപ്പോൾ നമ്മുടെ അതേ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കൂ. ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യണു. ഇത് ആഡ് ചെയ്യുമ്പോൾ 16ഉം 24ഉം 40ഉം കൂടി കൂട്ടുമ്പോൾ 24ഉം 16ഉം 40. 40 + 40 ഒന്നും പറയാനില്ല, 80. അതിലും അതുപോലെ തന്നെ. ഇനിയിപ്പോൾ ÷ നിനക്ക് 10 ചെയ്യാൻ 40 ആ 0 പോയാൽ ഇത് കിട്ടും തിരിച്ചറിയാലോ. നോക്കടാ, ഇതിന് എന്ത് ചെയ്താൽ 8ആക്കാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8ആക്കാം. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ആ മെത്തേഡ് വഴി ഇവിടെ ചെയ്യുമ്പോൾ ഓപ്ഷനിലുണ്ടാകും നോക്കാം.
ഇപ്പോൾ 45ഉം 18ഉം 27ഉം എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് 18ഉം 27ഉം കൂടി കൂട്ടുമ്പോൾ 45. ഓക്കെ, മൊത്തത്തിൽ കൂട്ടുന്ന സമയത്ത് 90 എന്ന് കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ലേ? ആ 90നെയും ഇവിടെ എന്ത് ചെയ്തോ, ഇതെല്ലാം ഒരേ കുടുംബത്തിലെ മരങ്ങളാണ്. ഇവർക്ക് എന്തിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ അവിടെയും കൊടുക്കണം. അതേപോലെ തഴച്ചു വളരും. അപ്പോൾ അവിടെ അതേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടി തങ്ങളായ ആൻസർ 9. 9 ഓപ്ഷനിലില്ലേ? ഓപ്ഷൻ ഈ വട്ടം ബി ഓപ്ഷനാണ്. ഇത്രയുള്ള ഈ വട്ടം ബി ഓപ്ഷനാണ്. അപ്പോൾ ആൻസർ 9. CSEBയിലെ ജോലി വാങ്ങുക, തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. സെറ്റല്ലേ? കൂടെ ഉണ്ടാവില്ലേ? ഉറപ്പ് ഉണ്ടാവുന്നതിന് ഉറപ്പാണ്. അടുത്തത് ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യം. ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്. അതിൻ്റെ കുട്ടി അനിയൻ ട്രെയിൻ. ആ അനിയനാണ് ഇത്തിരി കൂടി ഡേഞ്ചർ. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലെ ചോദ്യം ആ ട്രെയിനിൽ തന്നെ നല്ലൊരു സൂപ്പർ ചോദ്യമാണ്. ഒരുപാട് എക്സാമിന് വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ പലപ്പോഴും തെറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം, ഒറ്റ കാര്യം, ട്രെയിൻ എന്നുള്ള സംഭവത്തിൽ ഒരു ട്രെയിൻ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെയോ ഒരു വ്യക്തിയെയോ മറികടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രം മറികടന്നാൽ മതി. നോക്കട്ടെ, ഇതിപ്പോൾ ഒരു മരമാണ് ഇരിക്കട്ടെ. ഈ ഒരു മരത്തെ ട്രെയിൻ പാസ് ചെയ്ത് പോകാൻ ഈ ട്രെയിനിൻ്റെ നീളം മാത്രം മറികടന്നാൽ പോരെ. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ആ ചാപ്റ്റർ വ്യക്തമായിട്ടൊന്ന് ഐഡിയ വെച്ചിരിക്കണം. ഇവിടെ നോക്കണം. അതേപോലെ തന്നെ ഒരു ട്രെയിൻ ഒരു ബ്രിഡ്ജ് നിൽക്കട്ടെ. ഒരു ബ്രിഡ്ജിനെ ഒരു ട്രെയിൻ പാസ് ചെയ്യണം. ഇപ്പോൾ ഈ ബ്രിഡ്ജ് ഇതൊരു ബ്രിഡ്ജാന്ന് ഇരിക്കട്ടെ. 200 മീറ്റർ ഉണ്ട്. ഈ ട്രെയിൻ 300 മീറ്റർ ഉണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിനെ പാസ് ചെയ്യണമെങ്കിൽ ഇത് തൊട്ട് ഇതുവരെ എത്തി ഇങ്ങോട്ട് എത്തിയാലല്ലേ നമുക്ക് പാസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം മൊത്തം ഒരു ട്രെയിൻ എത്ര പാസ് ചെയ്യണം? ബ്രിഡ്ജിൻ്റെ നീളത്തെയും ട്രെയിനിൻ്റെ നീളത്തെയും ഇത് രണ്ടും പാസ് ചെയ്താലാണ് പാസ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പം 300ഉം 200ഉം 500 മീറ്ററായി. അപ്പോൾ ആ ഒരു മൈൻഡുള്ള ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ ഈസിയാണ്. കാണുമ്പോൾ നിറയെ ടഫ്, ചിലവർ എക്സൊക്കെ ഇട്ട് അങ്ങനെ ഇട്ട് തകർത്ത് അതൊന്നും വേണ്ട. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവർ പറഞ്ഞ പോയിന്റ് എടുക്കണം. ഒരു A train clears a platform 200 meter long in 15 seconds. ഒരു പ്ലാറ്റ്ഫോമിന് മറികടക്കണമെങ്കിൽ 15 സെക്കൻഡ് വേണം. അതേ ട്രെയിൻ തന്നെ ഒരു ടെലിഫോൺ പോസ്റ്റ് മറികടക്കണമെങ്കിൽ 10 സെക്കൻഡ് മതി. അവിടെയാണ് പോയിന്റ്. ഇവിടെ ആദ്യം നമ്മളോട് ചോദിച്ചെന്താണ്? ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ലെങ്ത് എന്ന് പറയുമ്പോൾ ട്രെയിൻ എന്ന ചാപ്റ്ററിലെ ഡിസ്റ്റൻസ് ആണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് ഈക്വൽ ടു പറഞ്ഞടാ. ഡിസ്റ്റൻസ് എങ്ങനെ കാണണം? ടൈം ഇൻറ്റു സ്പീഡ്. ടൈം ഉണ്ടോ? ഉണ്ട്. 2 ടൈം ഉണ്ട്. പക്ഷെ സ്പീഡ് ഉണ്ടോ? സ്പീഡ് കയ്യിലില്ല. ഇപ്പോൾ നമ്മളൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അവിടെ നമുക്ക് ആധാർ കാർഡ് മുതൽ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോവില്ലേ? അതുപോലെ ഇവിടെ സ്പീഡ് കാണാൻ പോവുകയാണ്. സ്പീഡ് ഉണ്ടെങ്കിലേ ഇത് കാണാൻ പറ്റുള്ളൂ. സ്പീഡ് കാണണമെങ്കിൽ എന്തൊക്കെ വേണടാ? പറഞ്ഞോ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇത് കാണാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടും. എന്തൊക്കെ വേണം? ഡിസ്റ്റൻസ് വേണം, ടൈം വേണം. ഇതുണ്ടെങ്കിൽ സ്പീഡ് കിട്ടി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോയിന്റ് ഒന്ന് കൃത്യമായി വായിച്ചാലേ കിട്ടുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോം മറികടക്കണമെങ്കിൽ 15 സെക്കൻഡ്. അത് 200 മീറ്ററുള്ള പ്ലാറ്റ്ഫോം. അതേ ട്രെയിന് ടെലിഫോൺ പോസ്റ്റ്. ഒരു ടെലിഫോൺ പോസ്റ്റ് മറികടക്കുക പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രം മറികടന്നാൽ പോരെ. അതിന് എത്ര സെക്കൻഡ് വേണം? 10 സെക്കൻഡ് മതി. ഇതാണ് അവർ പറഞ്ഞ പോയിന്റ്. ഒരു ട്രെയിന് ടെലിഫോൺ പോസ്റ്റ് മാത്രം കടക്കാൻ പറയുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രം കടന്നാൽ മതി. അതിനാണ് 10 സെക്കൻഡ്. അതേ ലെങ്ത്തുള്ള ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ബ്രിഡ്ജിനെ കടക്കാൻ 15 സെക്കൻഡ്. അപ്പോൾ ഏതിൻ്റെയൊക്കെ നീളം മറികടക്കണം? ട്രെയിനിൻ്റെ ലെങ്ത്ത് പ്ലസ് അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും കൂടി കടക്കാനാണ് 15 സെക്കൻഡ്. മൈൻഡ് വയ്ക്കുക. ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രം കടക്കാൻ 10 സെക്കൻഡ്. ട്രെയിനിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് കൂടി കടക്കാൻ 15 സെക്കൻഡ്. അപ്പോൾ ഇവിടെ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ലേ? എത്രയാണ്? ട്രെയിനിൻ്റെ ലെങ്ത്ത് എനിക്കറിയില്ല. ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് 200 മീറ്റർ. നമ്മൾ ടഫ് ക്വസ്റ്റ്യൻ മാത്രമേ നന്നായിട്ട് ശ്രദ്ധിക്കുള്ളൂ കേട്ടോ. 200 മീറ്റർ. അപ്പോൾ
ശ്രദ്ധിക്കണ, ട്രെയിനിൻ്റെ ലെങ്ത്ത് കിടക്കാൻ 10 സെക്കൻഡ്, ട്രെയിനിൻ്റെ ലെങ്ത്തിന് കൂടെ 200 മീറ്റർ ബ്രിഡ്ജ് കിടക്കാൻ 15 സെക്കൻഡ്. അപ്പോൾ ഈ എക്സ്ട്രാ 5 സെക്കൻഡ് എന്തിനെടുക്കുന്നതായിരിക്കും? നോക്കടാ, ട്രെയിനിൻ്റെ ലെങ്ത്ത് കടക്കാൻ 10 സെക്കൻഡ്, ട്രെയിനിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ 200 മീറ്റർ കടക്കാൻ 15 സെക്കൻഡ് ആണെങ്കിൽ എക്സ്ട്രാ ഈ 5 സെക്കൻഡ് എന്തിനെടുക്കുന്നതാണ്? ആ 200 മീറ്റർ കടക്കാനല്ലേ? 200 മീറ്റർ കടക്കാനല്ലേ? 5 സെക്കൻഡിൽ 200 മീറ്റർ കടക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര കടക്കുന്ന അറിയാൻ പറ്റില്ലേ? നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2 യൂണിറ്റാണുള്ളത്. ഒന്ന് km/h, പിന്നൊന്ന് വന്നിട്ട് m/s. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ കിടക്കുന്ന കണ്ടുപിടിച്ചൂടെ? നോടാ, 200 മീറ്റർ കിടക്കാനാണ് എക്സ്ട്രാ 5 സെക്കൻഡ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്ക്. നെക്സ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് ഈ പേജിൽ. ഇവിടെ നോടാം. അപ്പോൾ ഇത്രടാ, ട്രെയിനിൻ്റെ ലെങ്ത്ത് കടക്കാൻ 10 സെക്കൻഡ്, ട്രെയിനിൻ്റെ ലെങ്ത്ത് പ്ലസ് 200 മീറ്റർ കടക്കാൻ 15 സെക്കൻഡ് ആണെങ്കിൽ എക്സ്ട്രാ 5 സെക്കൻഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റും 200 മീറ്റർ കടക്കാനാണ്. 200 മീറ്റർ 5 സെക്കൻഡ് കിടക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായി ചെയ്യാം. 200 ഡിവൈഡഡ് ബൈ 5, 40 മീറ്റർ. 40 മീറ്റർ. ഒരു സെക്കൻഡിൽ 40 മീറ്റർ പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കിട്ടി 40 മീറ്റർ പെർ സെക്കൻഡ്. 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കിട്ടി. ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒട്ടിങ്ങ് ചിന്തിച്ചാൽ മതി. 200 മീറ്ററിന് 5 സെക്കൻഡ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര വെച്ചാൽ 40 മീറ്റർ. ഇനി അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ ഇത്രയുള്ള പറഞ്ഞ പോയിന്റ് എനിക്കിനി ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ടൈമിൻ്റെ സ്പീഡ് കിട്ടി 40. ഇനി ടൈം ഏതെടുക്കണം, അതാണ് കാര്യം. 10 സെക്കൻഡ് ഉണ്ട്, 15 സെക്കൻഡ് ഉണ്ട്. ഇതിലേതിൽ വേണമെങ്കിൽ നിനക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ പക്ഷേ ഇതിൽ ഏറ്റവും ഇതായിട്ട് ബ്രിഡ്ജിൻ്റെ നീളം ഇല്ലാത്ത സെക്കൻഡിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം 10 സെക്കൻഡിൽ എത്ര കടക്കണമെന്ന് ചോദിച്ചാൽ അത് ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ 40 മീറ്റർ പോണ ട്രെയിന് 10 സെക്കൻഡിൽ എത്ര പോകും നമുക്ക് പറയാൻ പറ്റില്ലേ? പറ്റും അല്ലേ? നമുക്ക് ഒന്ന് നോക്കാനല്ല. ഡിസ്റ്റൻസ് ഈക്വൽ ടു 10 സെക്കൻഡിൽ 40 മീറ്റർ വെച്ച് പോവുകയാണെങ്കിൽ 10 × 40, എൻ്റെ ആൻസർ 400 മീറ്റർ. 400 മീറ്റർ. ഇനി അതല്ല, ഡിസ്റ്റൻസ് കാണാൻ സാറേ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടില്ല, 15 സെക്കൻഡിൽ മതി എന്നുണ്ടെങ്കിൽ 15 സെക്കൻഡ് കൊണ്ട് കിട്ടും. അപ്പോൾ 15 സെക്കൻഡിൽ എത്ര പോയി ചോദിച്ചാൽ 600 മീറ്റർ. ഇവിടെ ശ്രദ്ധിക്കണം, 15 സെക്കൻഡ് പോണത് ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രമല്ല, കൂടെ ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത്തായി 200 മീറ്റർ കുറയ്ക്കണ്ടേ? കുറച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, എൻ്റെ ആൻസർ ഒരേ ഒരു ആൻസർ 400 മീറ്റർ ഉഷാറ്. കിട്ടിയില്ല ഞങ്ങളാ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ആ ട്രെയിനിലെ ഏറ്റവും ചോദ്യം. അതായത് ടഫായി വന്ന് പിള്ളേർക്ക് അതായത് ചിന്തിച്ച് കിട്ടുന്നില്ല, കുറേ എക്സിട്ട് നോക്കി അങ്ങനെ ഇട്ട് നോക്കി കിട്ടാത്തൊരവസ്ഥയിൽ നിന്ന ചോദ്യമാണ് ഇത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രടാ, 200 മീറ്റർ കടക്കാനാണ് എക്സ്ട്രാ 5 സെക്കൻഡ്. ഒരു സെക്കൻഡ് അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചോദിച്ചാൽ 40 മീറ്റർ. 10 സെക്കൻഡിൽ ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രമേ കടന്നിട്ടുള്ളൂ. അപ്പോൾ 10 × 40, എൻ്റെ ആൻസർ 400 മീറ്റർ. ഒരേ ഉഷാർ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സബ്ജക്റ്റിലെയും നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റിലെ എല്ലാ ക്ലാസ്സുകളും തുടർച്ചയായി വരുന്നതായിരിക്കും നമ്മുടെ ECSEB ചാനലിൽ. ആ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടാനും നിങ്ങൾക്ക് പഠിക്കാനും 2026 നമ്മളെ ബാങ്കിങ് ജോലി എന്നുള്ള സ്വപ്നം നേടാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ഷെയറും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തോടെ വൈൻഡ് അപ്പ് ചെയ്യണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.